തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ബൈക്ക് പാർക്കിംഗ് ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് വിവരങ്ങൾ. നൂറുകണക്കിന് ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലാണ് തീ പടർന്നു പിടിച്ചത്. തീ ഇതുവരെ അണയ്ക്കാനായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ആഞ്ഞു കത്തുകയാണ്. അവിടെ തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ടാകും. അയ്യോ, ഭീകര ദൃശ്യങ്ങളാണ്. ലൈവ് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നൂറുകണക്കിന് ബൈക്കുകൾ കത്തി നശിച്ചു. ഓരോ സമയവും അപ്പോൾ ബൈക്കിൽ എണ്ണയുണ്ടാകും, സ്വാഭാവികം ഓരോ ബൈക്കിലേക്കും തീ എത്തുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. അതെ അതെ, നോക്കൂ, അവിടുന്ന് ചെറിയ ചെറിയ സ്ഫോടനങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് വലിയ ഒരു തീപിടുത്തത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് അത്ര പരിചിതമില്ലാത്ത വലിയൊരു അപകടം അല്ലേ. ഇപ്പോൾ കോഴിക്കോട് ഓരോ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് എത്രയോ ബൈക്കുകൾ, തീർച്ചയായിട്ടും നിരവധി യാത്രക്കാർ അവിടെ നിർത്തിയിട്ടിട്ടാണ് ബൈക്ക് നിർത്തിയിട്ട് പോകുന്നതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇതെന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്കറിയില്ല. പക്ഷേ നിന്ന് കത്തുകയാണ്. ഒരു നിലക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയായിരിക്കണം. കാരണം ഓരോ നിമിഷവും ഒരു ബൈക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ നിന്ന് കാണുന്നത്. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാം. നടരാജ് പരശുരാം ചേരുന്നുണ്ട്. നടരാജ്, വലിയൊരു തീപിടുത്തം, അതിന്റെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടോ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ തുടരുന്നു? എന്താണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള പാർക്കിങ്ങിൽ നിന്നും തീ ആളിപ്പടരുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ച പോലെ നൂറുകണക്കിന് ബൈക്കുകളാണ് പാർക്കിങ്ങിലുള്ളത്. നൂറുകണക്കിന് ബൈക്കുകളിലേക്ക് ഇപ്പോൾ തന്നെ തീ പടർന്നു കഴിഞ്ഞു. നിരവധി ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നഗര മധ്യത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അവിടെ തീ പടർന്നതിനെ തുടർന്ന് പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ആ ഭാഗത്തു നിന്ന് മാറിയിട്ടുണ്ട്. ഇത് എന്താണ് ഈ തീ പടരാനുള്ള കാരണം എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ റെയിൽവേ സ്റ്റേഷന്റെ ഇരു ഭാഗങ്ങളിലുമായി പാർക്കിംഗ് കൊണ്ട് പല തരത്തിലുള്ള വാഹനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായി വന്നെത്തി പാർക്ക് ചെയ്തിട്ടുമുണ്ട്. ഇതിലേക്ക് അപകടത്തിലേക്ക് വഴിതെളിച്ച കാരണം എന്തായിരിക്കാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വാഹനത്തിലും ഇന്ധനമുണ്ട്. ഇന്ധനങ്ങളിലേക്ക് തീ പടർന്നതോടുകൂടി വാഹനങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഉള്ളതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള തീയാണ് പടർന്നിരിക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം അറിയില്ലെങ്കിലും ഉടൻ തന്നെ തീ അണച്ചുകൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ഫയർഫോഴ്സ് ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും കാരണം അറിയില്ലെങ്കിലും തീ പടരുന്നത് തടയാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും കൊണ്ട് സ്ഥിതി നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ്. 600-ലധികം ബൈക്കുകൾ ആ പാർക്കിംഗ് സൈറ്റിൽ ഉണ്ടെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഇപ്പോ എല്ലാ ബൈക്കുകളിലേക്കും എത്തുന്നതിന് മുമ്പ് ആ തീ അണക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. നട്രാജ് ഇപ്പോൾ ടൗണിൽ തന്നെയാണ്, അതുകൊണ്ട് ഫയർഫോഴ്സിന് വേഗത്തിൽ എത്താൻ കഴിഞ്ഞേക്കും. എങ്കിൽ കൂടിയും ഈ തീപിടുത്തമുണ്ടായി എത്ര വേഗത്തിൽ ഫയർഫോഴ്സിന് അവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? നമുക്കിത് വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ തീ വലിയ രീതിയിൽ ആളി പടർന്നിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇന്ധനങ്ങൾ വാഹനത്തിലുണ്ട് എന്നുള്ളതും സ്ഥിതി അല്പം ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷെ ഫയർഫോഴ്സ് വളരെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് നിന്നാണ് പോയിരുന്നത്. ഫയർഫോഴ്സ് അവിടെ എത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് സ്വാഭാവികമായിട്ടും തൃശൂർ നഗരത്തിലെ ഫയർഫോഴ്സ് ആയതുകൊണ്ട് സജ്ജീകരണങ്ങൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിതി കൈവിട്ടു പോകില്ല എന്നാണ് ഇപ്പോൾ കരുതുന്നത്. പക്ഷേ ഇതിനകം തന്നെ 100-ലധികം വാഹനങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ട് എന്നുള്ളത് നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ വലിയൊരു ആശങ്കയുണ്ടാക്കും. സർക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും പാർക്ക് ചെയ്ത് പോയിരിക്കുന്ന വാഹനങ്ങളായിരിക്കണം ഇവ. എങ്ങനെയാണ് ഇതിലേക്ക് തീ വന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഫയർഫോഴ്സ് അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അത് എത്ര സമയം ഇത് എടുക്കുമെന്നുള്ളത് അല്പസമയം കൂടി ശേഷമേ എത്ര സമയത്തിനകം തീ അണയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ തീപിടുത്തത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെയാണ്. പ്രാഥമിക ഘട്ടത്തിൽ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷെ അവിടെ തീയാളി കത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ബൈക്കുകൾ കൂടി കത്തി നശിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ തീ അണച്ചതിന് ശേഷം മാത്രമേ അത്തരം നാശനഷ്ടങ്ങളുടെ കണക്കുകളിലേക്കൊക്കെ വരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഫയർഫോഴ്സ് അടക്കമുള്ള സംഘങ്ങൾ അവിടെ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. എന്തായാലും രാവിലെ തന്നെ വരുന്നത് പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ രീതിയിൽ തീ ആളി കത്തുന്നതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്താണ് കാരണം എന്നുള്ളത് ഇനി അല്പസമയത്തിന് തന്നെ വ്യക്തമാകുമെന്നറിയില്ല. നിരവധി യാത്രക്കാർ പലയിടത്തായി യാത്ര പോയ ആളുകൾ അവരുടെ ബൈക്കുകൾ നിർത്തിയിട്ടിരുന്ന പാർക്കിംഗ് ഏരിയയിലാണ് ആ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ്. ആളിപ്പടരുകയാണ്. ഇടയ്ക്കിടെ പൊട്ടിത്തെറി ശബ്ദങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും വാഹനങ്ങളിൽ ഇന്ധനമുണ്ടാകും. അപ്പോൾ അത് തീ പിടിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത, കുറച്ചുകൂടെ അപകടകരമായ കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.